രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് അസമിൽ സുരക്ഷ ശക്തം. കർബി ആംഗ്ലോങ് മേഖലയിൽ ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. സംഘർഷത്തെ തുടർന്ന് ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയാണ്. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഈ 2 ജില്ലകളിലെയും നിലവിലെ സാഹചര്യം എന്താണ്? ഇന്റർനെറ്റ് അടക്കമുള്ള സേവനങ്ങൾ നിർത്തിവെക്കുക എന്ന് പറയുമ്പോൾ സ്ഥിതി കുറച്ച് രൂക്ഷമാണെന്ന് വേണ്ടേ കരുതാൻ? അനുശ്രീ, സാഹചര്യം സാധാരണ നിലയിലേക്ക് വന്നിട്ടില്ല. കാരണം ഇപ്പോഴും സംഘർഷം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷ ശക്തമാണ്. ജാഗ്രതയിലാണ് പ്രദേശങ്ങളെല്ലാം തന്നെ ഉള്ളത്. കാരണം 2 ജില്ലകളിലാണ് ഈ പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, സംഘർഷങ്ങൾ നിലനിൽക്കുന്നത്. അതായത് വെസ്റ്റ് കർബി ആംഗ്ലോങ്, ഒപ്പം തന്നെ കർബി ആംഗ്ലോങ്, ഈ 2 ജില്ലകളിലാണ് സംഘർഷം തുടരുന്നത്. ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഒപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എത്ര പേർക്കെന്ന കണക്ക് നിശ്ചയമില്ല എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, പോലീസിന് നേരെയും അക്രമമുണ്ടായി. DGPക്കും ഒപ്പം തന്നെ IPS ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ 60-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ സേനയുടെ ഭാഗത്തുനിന്നുള്ള അറിയിപ്പ് വരുന്നത്. എങ്കിൽ പോലും സുരക്ഷ ശക്തമാണ് പ്രദേശത്ത്. അതായത് കഴിഞ്ഞ 1 വർഷമായി ഈ പ്രദേശത്ത് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ 2 ജില്ലകളും എന്ന് പറയുന്നത് അവിടെ സ്വയംഭരണാവകാശമുള്ള ജില്ലകളാണ്. അതായത് ഗോത്ര മേഖലയാണ് ഈ 2 ജില്ലകളും. അവിടെ ഭരണം നിർവഹിക്കുന്നത് കർബി ആംഗ്ലോങ് ഓട്ടോണമസ് കൗൺസിലാണ് ഇവിടുത്തെ ഭരണം നിർവഹിക്കുന്നത്. അതായത് ഭൂമിയിലും ഒപ്പം തന്നെ അവർക്ക് സ്വയംഭരണാവകാശമുണ്ട്. ഭരണഘടന 6ാം ഷെഡ്യൂൾ അവർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ പുറമേ നിന്നുള്ള ആളുകൾ കയ്യേറി ഭൂമി കരസ്ഥമാക്കുന്നു, ഭൂമി നേടുന്നു എന്നൊരു ആരോപണം അല്ലെങ്കിൽ ആ വിഷയം അവർ കഴിഞ്ഞ കുറേ നാളുകളായി ഉന്നയിക്കുന്നതാണ്. കഴിഞ്ഞ 6ാം തീയതി ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് അവർ നിരാഹാര സമരം ആരംഭിച്ചു. ആ സമരം പിന്നീട് പിൻവലിക്കാമെന്ന് മന്ത്രിയുമായുള്ള ചർച്ചയിൽ തീരുമാനമായിരുന്നതാണ്. ഏതാണ്ട് 26ാം തീയതി മറ്റന്നാൾ ഈ വിഷയത്തിൽ ചർച്ച നടത്താമെന്ന് അവർ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നതാണ്. അതിനിടയിൽ ഈ നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന ആളുകളെ, പ്രത്യേകിച്ച് അവരുടെ ആരോഗ്യനില മോശമായപ്പോൾ അവിടെ പോലീസ് നടപടി ഉണ്ടായി. അവരെ ബലം പ്രയോഗിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അത് പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള തർക്കത്തിനിടയാക്കുകയും പിന്നീട് കാര്യങ്ങൾ വഷളാകുന്നതുമാണ് കണ്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ തുടർച്ചയായി സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്നലെയാണ് വീണ്ടും അവിടെ സംഘർഷമുണ്ടായത്. ആ സംഘർഷത്തിലാണ് 2 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട 2 ആളുകളിൽ ഒന്ന് ഗോത്ര വിഭാഗത്തിനുള്ള ആളാണ്. അത് പോലീസ് നടപടിയിലാണ് കൊല്ലപ്പെട്ടത്. മറ്റൊരാൾ, അയാൾ ബംഗാൾ സ്വദേശിയാണ്. അത് കർബി മാർക്കറ്റിലുണ്ടായ ആക്രമണത്തിലാണ് അയാൾ കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം വന്നിട്ടുള്ളത്. ഏതായാലും സാഹചര്യം നിയന്ത്രണ വിധേയമാണ് എന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും. മറുവശത്ത് ഇവരുമായി ചർച്ച നടത്തുമെന്ന് കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ സർക്കാർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാർ കൂടി ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. കേന്ദ്രം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. അസമിൽ നടക്കുന്ന സാഹചര്യങ്ങളെ ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. മാത്രവുമല്ല, കൂടുതൽ പ്രദേശങ്ങളിലേക്ക് 2 പ്രധാനപ്പെട്ട ജില്ലകളിലാണ്. അതിൽ തന്നെ കർബി മേഖലയിലാണ് ഏറ്റവും മോശമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഈ സംഘർഷം നീണ്ടുപോകാതിരിക്കാൻ ഇപ്പോൾ ഇന്റർനെറ്റ് സേവനം അടക്കം റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അസം സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പ്രദേശത്ത് ഇപ്പോൾ കൂടുതൽ സേനയെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുശ്വരം, രാകേഷ്, ഈ ചർച്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പ്രധാനമായും അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ? ഈ 2 വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതെന്തൊക്കെയാണെന്നുള്ള രീതിയിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കാരണം അവർ ഉന്നയിക്കുന്ന ആവശ്യം അവർ കാലങ്ങളായി ഉന്നയിക്കുന്നതാണ്. കാരണം ഗോത്ര മേഖലയാണ്. അവിടെ പുറമേ നിന്നുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും ഒപ്പം തന്നെ നേപ്പാളിൽ നിന്നുമൊക്കെ തന്നെ ആളുകൾ വരുന്നു. അവിടെ അവരുടെ പ്രദേശങ്ങൾ കയ്യേറുന്നു എന്ന ആരോപണമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നടപടി വേണം, അവരെ ഒഴിവാക്കണം, ആ മേഖലയിൽ നിന്ന് തന്നെ ഒഴിവാക്കണം എന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ ചർച്ചയാകാമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാർ നിലവിൽ നൽകിയിട്ടുള്ള ഉറപ്പുകളിലൊന്നും തന്നെ അവർ വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ്. അതിനിടയിലാണ് സ്ഥിതിഗതികൾ വീണ്ടും കൈവിട്ടു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എങ്കിൽ പോലും ഇപ്പോഴും പലയിടങ്ങളും, പ്രത്യേകിച്ച് 2 ജില്ലകളിലെ കർബി അടക്കമുള്ള മേഖലകളിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആദ്യം ഏതായാലും ചർച്ചയേക്കാൾ ഉപരി പ്രശ്നങ്ങൾ കൂടുതൽ, സാഹചര്യം കൂടുതൽ മെച്ചപ്പെട്ടതാക്കുക എന്ന് തന്നെയാണ് പോലീസിൻ്റെ ഒക്കെ തന്നെ ലക്ഷ്യമുള്ളത്. തുടർന്ന് സർക്കാരും അക്കാര്യത്തിൽ ചർച്ചയാകാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് പുതിയ പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ നിലവിൽ സ്ഥിതിഗതികൾ സാധാരണ നിലയിലായി എന്ന് പറയാനും സാധിക്കില്ല. ഈ ഒരു സാഹചര്യത്തിൽ വലിയ നിരീക്ഷണം അവിടെ ശക്തമായി തന്നെ തുടരുകയാണ്. ആവശ്യം വന്നാൽ കൂടുതൽ സേനയെ അടക്കം വിന്യസിക്കുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.